സാർ, ഇപ്പം കഴിഞ്ഞ ദിവസം CJP പാർട്ടി പ്രതിഷേധം ഡൽഹിയിൽ നടത്തിയിരുന്നു. അപ്പം CJP വലിയ പരാജയം ആണെന്നാണ് BJP പറയുന്നത്. സത്യത്തിൽ അങ്ങനെ വലിയൊരു പരാജയത്തിലേക്ക് CJP ആയിട്ടുണ്ടോ? കാരണം ഇതൊരു തുടക്കം മാത്രമായിരുന്നു. തുടക്കത്തിലെ പരാജയം എന്നാണ് BJP പറഞ്ഞത്. സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഓക്കെ, BJP ഞാൻ ജനിക്കുമ്പോൾ 84 ഞാൻ ജനിക്കുമ്പോൾ BJPക്ക് പാർലമെന്റിൽ മെമ്പർമാരില്ല. അതിനുശേഷം 2 മെമ്പർമാർ തുടങ്ങിയതിനു ശേഷമാണ് ഇന്ത്യ ഭരിക്കുന്നവർ. ഇത്ര വർഷം എടുത്തു. അതായത് BJP ഇന്ത്യയുടെ പാർലമെന്റിൽ 2 MP തുടങ്ങിയ പാർട്ടിയാണ്. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞാണ് അവർ ഇന്ത്യ ഭരിക്കുന്നത്? ഗ്രൗണ്ടിൽ അത്ര സപ്പോർട്ടും RSSന്റെ സംഘടനാ വൈഭവം ഉണ്ടായിട്ടും അവർക്ക് ഇന്ത്യ ഭരിക്കാൻ എത്ര സമയമെടുത്തു? ആളെ കൂട്ടാൻ എത്ര സമയമെടുത്തു? ഇവിടെയാണ് ഒരു 10-25 ദിവസത്തിനകത്ത് വലിയ ആശയ സംഹിതയുടെ ഭാരമില്ലാതെ അല്ലെങ്കിൽ അതിന്റെ ബലമില്ലാതെ വിദ്യാർത്ഥികൾ അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ഗ്രൗണ്ടിൽ എത്തുന്ന 10, 20, 30 പേരായിരിക്കും. പക്ഷെ അവിടെ അതിൽ കൂടുതൽ ആള് വന്നില്ലേ? ഇനി ആള് വരിക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു വിഷയം രാജ്യവ്യാപകമായി ഒരു 10, 15, 20 പേര് കൂടുന്ന ഒരു വിഷയം രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, രാഷ്ട്രീയത്തിന്റെ ഒരു ദിവസത്തെ അജണ്ടയായി മാറുന്നുണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ ജന്തർ മന്ദിര സമരങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സമരങ്ങളൊക്കെ എടുത്താൽ നമുക്കറിയാം, നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വലിയ ആൾക്കൂട്ടം അവിടേക്ക് വന്നു. അവിടെ എന്താ സംഭവിച്ചത്? 2012 നിർഭയ കേസ് വരുന്നു. 2013 അന്നത്തെ ഗവൺമെന്റ് അവിടെ കൂടി ചെറുപ്പക്കാരെ രാജ്യദ്രോഹികളായി കാണാതെ, അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയിരുന്നു, അവരെ രാജ്യദ്രോഹികളാണെന്നും പറഞ്ഞ് അവരെ അടിച്ചോടിച്ചിട്ടൊന്നുമില്ല. ആ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രശ്നം നോക്കൂ. ആ ജന്തർ മന്ദർ സമരത്തിലെ അന്നത്തെ സമരം കാരണം അധികാരം നഷ്ടപ്പെട്ട ഒരു പാർട്ടി ആയിട്ട് പോലും അന്നത്തെ കോൺഗ്രസ് സംവിധാനം അവരെ രാജ്യദ്രോഹികളായിട്ടല്ല കണ്ടത്, മറിച്ച് അവരുടെ പ്രശ്നം അഡ്രസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അങ്ങ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഇറങ്ങി സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന ക്രിമിനൽ ലോ അമെന്റ്മെന്റ് 2013 വന്നത് ജന്തർ മന്ദർ സമരത്തിന്റെ ഭാഗമാണ്. അതായത് ആസിഡ് അറ്റാക്കിന് പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. അതുപോലെ സ്ത്രീകളെ ആക്രമിക്കുന്ന കേസുകളിൽ സ്പെഷ്യൽ കോടതികൾ വളരെ വേഗത്തിൽ വിചാരണ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കോടതികൾ വന്നത് അതിനുശേഷം നടന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, CCTV ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ബസ്സുകളിലും മറ്റും CCTV, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നു. നോക്കൂ, അതിന് മുമ്പ് എന്താ സമരം ഉണ്ടായത്? നമുക്കറിയാം, ഇന്ത്യൻ സൈനികരുടെ റാങ്ക് പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം. VK സിംഗിന്റെ നേതൃത്വത്തിൽ കുറച്ച് സൈനികർ, ഒരു 10, 300, 400 സൈനികർ അവിടെ വന്നിട്ട് 1 റാങ്ക് 1 പെൻഷൻ എന്ന് പറയുന്ന ഒരു സമരം ഉയർത്തി. കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിച്ചു. ഫാർമേഴ്സ് സമരം. അപ്പൊ ജന്തർ മന്ദർ എന്ന് പറയുന്നത് ഇപ്പൊ ഡൽഹിയിൽ ഇന്നലെ പിള്ളേർ പോയി വേറെ എവിടെയും സമരം ചെയ്യാതെ പോലും വാർത്തയാവത്തില്ല, പക്ഷെ ജന്തർ മന്ദറിലെ സമരം ലോകത്ത് വാർത്തയാണ്. കാരണം ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു സമരമാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നമ്മളൊരു 10, 20 പേര് സുഹൃത്തുക്കൾ നാളെ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്താലും അത് നാഷണൽ മീഡിയയിൽ വാർത്തയാവും. അപ്പൊ ആ രീതിയിൽ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെടാൻ, ഒരു വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടാൻ ഈ വിദ്യാർത്ഥികൾ ജന്തർ മന്ദർ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഇവർ ഈ പ്രതിഷേധം അറിയിക്കുന്ന സമയത്ത് BJP വലിയ രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു. ഇത് BJPയുടെ ഒരു ഭയമാണോ, അല്ലെങ്കിൽ BJP എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു CJPനെ ഇത്രത്തോളം എതിർക്കുന്നത്? അതിപ്പോ നമ്മൾ എതിർക്കുന്നത്, ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. ഇത് വന്നിരിക്കുന്നത് RSSന്റെ അല്ലെങ്കിൽ ബജറംഗ് ദൾ പ്രവർത്തകരാണ്. അതങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മള് BJPക്കെതിരെ അവരുടെ അവരുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, പ്രവർത്തകർക്ക് സംഘടിക്കാനും ഒക്കെയുള്ള അവരൊരു സഹിഷ്ണുതയുടെ ഭാഗമായിട്ടല്ലല്ലോ BJP ഉൾപ്പെടെയുള്ള ഒരു ഗവൺമെന്റുകൾ പലപ്പോഴും എതിർ ശബ്ദങ്ങളെ കാണുന്നത്. എതിർ ശബ്ദം ഉന്നയിച്ചാൽ അവർ പാകിസ്ഥാനിൽ പോകണം, അവർ ബംഗ്ലാദേശിൽ പോകണം, രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞ എത്രയോ വലിയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ വലിയ എഴുത്തുകാരെ വെടിവെച്ച് വന്ന ചരിത്രം നമുക്കുണ്ട്. ഇപ്പം ഗൗരി ലങ്കേഷ് അടക്കം, താവോൾക്കർ അടക്കമുള്ളവരെ വെടിവെച്ച് വന്നിട്ടുണ്ട്. എന്താണ് അവര് ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരെയൊക്കെ വീട്ടിൽ കയറി വെടിവെച്ചൊന്നും ഇപ്പൊ കേസുകൾ പോലും എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അത്തരം ഇവരുടെ പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ അവിടെ ആ കൂട്ടത്തിൽ വന്നിട്ട് ഇവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്ന ആക്ഷേപങ്ങളെയൊന്നും സീരിയസ് ആയിട്ട് കാണുകയേ വേണ്ട. രാജ്യവ്യാപകമായി ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നോക്കൂ, ഇപ്പൊ ഞാനും അങ്ങും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ലേ? അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ നോക്കി, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട്. അവര് പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നില്ല, അവര് കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റ് സാമ്പത്തിക നയങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല, അവര് മോദിയുടെ ഏതെങ്കിലും ഫാസിസ്റ്റ് മനോഭാവത്തെ പറ്റി സംസാരിക്കുന്നില്ല, RSSന്റെ വർഗീയ ധ്രുവീകരണത്തെ പറ്റി സംസാരിക്കുന്നില്ല. അവരാകെ പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ആ വിഷയം സത്യത്തിൽ BJPക്കാരും പറയുന്നതല്ലേ?
അപ്പൊ അവർ മറ്റു വിഷയങ്ങളല്ല പറയുന്നത്, അവരെ ബാധിക്കുന്ന ആ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ആ പ്രശ്നത്തിന്റെ വലിയ പ്രാധാന്യം എന്താണ്? ഇപ്പൊ നീറ്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷയാണ്, ഒരു സ്ഥാപനമല്ല. അത് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. BJP-ക്കാർ പറയുന്നത് എന്താണ്? അതൊരു സ്വതന്ത്ര ഏജൻസിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് മാക്സിമം ഞങ്ങൾ ചെയ്തു, CBIക്ക് കേസ് വിട്ടു, FIR ഇട്ടു, ചാർജുകൾ കൊടുക്കുന്നു, പ്രതികളെ പിടിക്കുന്നു അവർ പറയുന്നു. അങ്ങനെയല്ല, മറ്റൊരു ന്യായം കൂടെ അതിനുണ്ട്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വതന്ത്ര ഏജൻസി ആണെങ്കിലും അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ നയം രൂപീകരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു KSRTC ബസ് നമ്മൾ ഇടിച്ച് നമ്മൾ മരണപ്പെട്ടാൽ ആ KSRTC ഡ്രൈവർക്ക് അതിന്റെ ക്രിമിനൽ ഒഫൻസിന് അയാൾ പ്രതിയാക്കപ്പെടും, അയാൾ വിചാരണ ചെയ്യപ്പെടും, ഒക്കെ ചെയ്യും. പക്ഷെ ആ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് KSRTCയും സർക്കാരുമാണ്. എന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന് ചോർച്ച കാരണക്കാരായവൾ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം, ഇതിന്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് എന്ത് സുതാര്യത ഉണ്ടായി? കുട്ടികൾക്ക് ഇനിയും പരീക്ഷ എഴുതാൻ പോകും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ പറയും, നീറ്റൊന്നും എഴുതണ്ട, കാരണം അത് ക്രമക്കേടാണ്, അത് ചോദ്യപേപ്പർ ചോരുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞ ആ വിശ്വാസ്യത പോയി. ആ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടി എന്ത് നടപടികൾ എടുത്തു? ഏതെങ്കിലും തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഇവർ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമയം മുതൽ ഇത് കേന്ദ്രത്തിലെത്തുന്ന സമയം വരെയുള്ള സമയത്താണല്ലോ ഇത് ചോരുന്നത്. അവിടെ ഒരു ഓഡിറ്റിംഗ് വിധേയമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ വേഗത്തിൽ വിചാരണ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കോടതികൾ അനുവദിക്കുന്നുണ്ടോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഈ നഷ്ടപരിഹാരം, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കുറെ സ്ഥാപനങ്ങളിലൂടെയാണ് ഇത് ചോരുന്നത്. ആ ചോർത്തിയ സ്ഥാപനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് തന്നെയാണോ ഇനി ഈ പരീക്ഷ നടത്താനുള്ള അനുവാദം കൊടുക്കുക? ആ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുറെ കേസെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിശ്വാസ്യത ഉറപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി, ചോദ്യപേപ്പർ ചോർന്നു, അത് സംഭവിച്ചു പോയി. പക്ഷെ അതിനെല്ലാം അതിന്റെ ലൂപ്പ് ഹോൾസ് മുഴുവൻ അടച്ചുകൊണ്ട് നമുക്കിനി പരീക്ഷ എഴുതാൻ കഴിയും എന്ന് പറയുന്ന ഒരു വിശ്വാസ്യതയുടെ മനോഭാവം കുട്ടികളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. സാറേ, അതുപോലെ തന്നെ ഈ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഈ CJPയുടെ ഈ ഒരു പാർട്ടി വളർന്നു വരുന്നതിൽ ഒരു ഭയമുണ്ടോ? കാരണം ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ അക്കൗണ്ടുകൾ ഈ എക്സിൽ നിന്ന് നീക്കം ചെയ്തായിരുന്നു, എക്സ് അക്കൗണ്ട് അവരുടെ നീക്കം ചെയ്തായിരുന്നു. അപ്പം അത്തരം നടപടികളൊക്കെ എടുത്തപ്പം അതൊരു ഭയത്തോടെയാണോ ചെയ്തത്? കാരണം ഒരുപക്ഷെ ഈ CJP പോലുള്ള പാർട്ടികൾ വളർന്നു വന്നാൽ BJPക്ക് അതൊരു വലിയ വെല്ലുവിളിയാകും എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്കുണ്ടോ? അതിന്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഉടനെ CJP വളർന്നു വരുമ്പോൾ BJPയെ ഡയറക്റ്റ്ലി അത് ബാധിക്കത്തില്ല. ഇതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ലോക രാജ്യങ്ങളിലൊക്കെ ഇത്തരം മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പോളണ്ടില് 1980 ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് അന്ന് ഇടതുപക്ഷ സർക്കാരുകളാണ് പോളണ്ട് ഭരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന നാട്ടിലെ ചെറുപ്പക്കാരും സ്ത്രീകളും ഒക്കെ ചേർന്നിട്ട്, വളരെ രസകരമാണ് ആ കഥ. അവരൊരു കുള്ളൻ വേഷം, അതായത് തൊപ്പി പോലൊരു സാധനം ധരിച്ച്, അത് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ഇവർ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ്, വളരെ വ്യത്യസ്തമായ കളറുകൾ, അതുപോലെ തന്നെ ഇവർ പാട്ടുകൾ പാടും, ആക്ഷേപഹാസ്യങ്ങൾ, ഡ്രാമകൾ ചെയ്യും, ഭിത്തികളിൽ വരയ്ക്കും. അപ്പൊ പോലീസിന് ഇവരെ നേരിടാൻ കഴിയത്തില്ല, കാരണം ഇവര് ഭരണകൂടത്തിനെതിരെ പ്രകോപിതപരമായ ഒരു മുദ്രാവാക്യം വിളിക്കുന്നില്ല. എന്നിട്ട് അവരിങ്ങനെ നടക്കുകയാണ് ഓരോ വിഷയങ്ങൾ. അങ്ങനെ ഓറഞ്ച് ഓൾട്ടർനേറ്റീവ് പോളണ്ടിൽ വലിയ മൂവ്മെന്റ് ആയി മാറുകയും അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ല, അവര് ആ പ്രതിപക്ഷത്തിന്റെ സ്പേസ് കൈയടക്കി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അവര് അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിച്ച് ജനങ്ങൾ കൂടുതൽ ബോധമുള്ളവരാവുകയും അവര് പ്രതിപക്ഷ പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായി 89 പോളണ്ട് ഇടതുപക്ഷ സർക്കാർ വീണു. ഇവിടെ അത് സംഭവിക്കും. ഇവിടെ സത്യത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഇത് മുഴുവൻ. ഇവിടുത്തെ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും അജണ്ട എന്ന് പറയുന്ന മറ്റു വിഷയങ്ങളിലാണ്. അവർ ഈ കുട്ടികളുടെ വിഷയം ഏറ്റെടുക്കാതെ വന്നപ്പോൾ കുട്ടികൾ ഏറ്റെടുക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് സത്യത്തിൽ പ്രയോജനം ലഭിക്കുക പ്രതിപക്ഷ പാർട്ടികളാണ്. അവരാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. സത്യത്തിൽ അവരാണ്. ഇപ്പൊ നമുക്കറിയാം, ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്യുന്നത്. അതേ ഭരണഘടനയാണ് പിള്ളേർ പറയുന്നത്. കാരണം പിള്ളേരുടെ മനസ്സിലേക്ക് അത്തരം വിഷ്വൽസ് ഉണ്ട്, ഈ ഭരണഘടനയ്ക്കകത്ത് ഏതാണ്ടെല്ലാം ഉണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്പേസ് ആണ്. അവിടെയാണ് BJP ഭയക്കുന്നത്. ഇവര് ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടായി വരും, അത് കൂടുതൽ സർക്കാരിനെതിരെ വിമർശനാത്മകമാകും. അതിന്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് അടുത്ത ഇലക്ഷനിൽ പ്രതിപക്ഷ പാർട്ടികളാണ്. അങ്ങനെയാണ് BJP തോക്കാൻ പോകുന്നത്. അല്ല ഡയറക്റ്റ് ഒരു പാർട്ടി രൂപീകരിച്ച് BJP തോപ്പിക്കുക എന്നുള്ളതല്ല. ഈ പ്രതിപക്ഷത്തിലുള്ള പലരും ഇതിനെ CJP അനുകൂലിച്ച് രംഗത്തെത്തുന്നുണ്ട്. അതും ഇതിന്റെ ഒരു ഭാഗമായിരിക്കില്ലേ?
അല്ല, ആ രംഗത്തെത്തുക എന്ന് പറഞ്ഞ രംഗത്തെത്തിന്റെ അപ്പുറത്തേക്ക് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാനും ഇതിനൊരു പൊതു ചട്ടക്കൂടിൽ നിന്നൊരു സമരം നടത്താനും ഇതുവരെ കേരളത്തിലെയോ അല്ലെങ്കിൽ അതായത് മുഴുവൻ ഇപ്പൊ കോൺഗ്രസ് ഒരു സമരം ചെയ്ത് കോൺഗ്രസ് അതിലേക്ക് വരുന്നു, അതിന്റെ അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ അവിടേക്ക് എത്തിക്കാൻ തരത്തിലുള്ള ഒരു ഒരു വിശ്വാസ്യത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെയും പ്രതിപക്ഷ പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കണ്ട. അല്ലെങ്കിൽ ഇപ്പം ഈ വിഷയത്തിൽ ഇന്ത്യ ഉടനീളം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണല്ലോ. അവരൊരു വലിയ ജനകീയ സമരം എന്താ എടുക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലുടനീളം ഈ സമരം എന്താ എടുക്കുക? നമ്മൾ ശബരിമല വിഷയത്തിൽ കേരളത്തിലുടനീളം സമരം എടുത്തില്ല, വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് സമരം എടുത്തു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയില് പിന്നെ രേഷ്മ, ഈ ഇന്ത്യയില് ഈ പറയുന്ന 60 കോടി ജനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 60 കോടി ജനം 20 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്. അവരെ ബാധിക്കുന്ന വിഷയത്തിൽ ജനകീയമായ ഒരു സമരം ഇന്ത്യയിലുടനീളം ചർച്ചകൾ, സംവാദങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ടില്ല. അവർ പോകുന്നത് അവരുടെ അധികാരം അല്ലെങ്കിൽ മതം, ജാതി, അതായത് BJP നിശ്ചയിക്കുന്ന അജണ്ടയിൽ കൊത്തി അവരങ്ങ് പോവുകയാണ്. പക്ഷെ കുട്ടികളുടെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ വിടില്ല. CBSE പരീക്ഷാ പ്രശ്നം നമുക്ക് അറിയത്തില്ല. CBSE പരീക്ഷ അവരുടെ മൂല്യനിർണ്ണയം ഓൺലൈനായിട്ട് മാറ്റി വലിയ ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്നു. എന്താണ് സംഭവിച്ചത്? പിള്ളേരെല്ലാം പരീക്ഷയിൽ റിസൾട്ട് വന്നപ്പോൾ 100 മാർക്ക് പ്രതീക്ഷിച്ചവർക്ക് 10 മാർക്ക്. അവർ റിവാലുവേഷൻ കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ പേപ്പർ അവരുടെ പേരിലുള്ള പേപ്പർ പോലുമല്ല. അപ്പൊ അവരാകെ പാനിക്കായി, അവരാകെ ഫ്രസ്ട്രേറ്റഡ് ആയി. അവർ റിവാലുവേഷൻ പേപ്പർ അപേക്ഷ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരോട് പറയുകയാണ് 6000 രൂപ തരണം ഈ റിവാലുവേഷന്റെ ഫീസ് എന്ന് പറയും. ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ റിവാലുവേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അത് എന്റെ കയ്യിലെ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, അല്പം കൂടെ കിട്ടിയേക്കെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഞാൻ ഫീസ് കൊടുക്കണം. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സിസ്റ്റം ഫെയിലായി. അതായത് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഒരു ടെക്നിക്കൽ പ്രശ്നം കാരണം, അല്ലെ അവരുടെ കയ്യിലെ പ്രശ്നം കാരണം, അവരത് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്യാത്ത കാരണം ഒരു സിസ്റ്റം ഫെയിലായപ്പോൾ സൗജന്യമായ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം കൊടുത്ത് അവരെ വിശ്വസിക്കുക, അവരുടെ വിശ്വാസത കീപ്പ് ചെയ്യേണ്ടതിന് പകരം അവരോട് പറയാം നിനക്ക് പേപ്പർ തരണം 6000 രൂപ തരണമെന്ന്. അപ്പൊ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇന്ത്യയിൽ കർഷകർ ആത്മഹത്യ ചെയ്തപോലെ 22ഓളം വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലുടനീളം ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു പ്രതിപക്ഷ സംവിധാനം ഇവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ഡയറക്റ്റ് BJP അല്ല അറ്റാക്ക് ചെയ്യുന്നത്, ഇത് സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം ഈ പൊളിറ്റിക്കിന്റെ ലാൻഡ്സ്കേപ്പ് ആണ്. ഇപ്പൊ ഇന്നലെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരാൾ പറയുകയാണ് ഇത് സംഘടനാ ബലമില്ല, തെരുവിൽ അടി കൂടുന്നില്ല. തെരുവിൽ അടി കൂടാൻ ഇനി എവിടെയാണ് പിള്ളേരെ കിട്ടുക? നമ്മുടെ പിള്ളേരെ നമ്മൾ തെരുവിൽ അടി കൂടാൻ വിടുമോ? തെരുവിൽ അടി കൂടുന്നതും ചർച്ച ചെയ്യുന്നതും ജനപീരങ്കിക്ക് പോകുന്നതും ഇതൊക്കെ ഒരു തൊഴിലാക്കിയവരാണ്. ആ തൊഴിലാക്കിയ വിദ്യാർത്ഥികളല്ല ഇന്ത്യയിൽ ഉടനീളം. അവർ ജോലി ചെയ്യുന്നവരാണ്, അവർ സ്വിഗ്ഗിക്ക് ഓടാൻ പോകുന്നവരാണ്, അവർ IT ജോലി ചെയ്യുന്നവരാണ്, അവർ രാഷ്ട്രീയക്കാരാണ്, അവർ ഈ നാടിന്റെ മക്കളാണ്. അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നില്ല, അവർ സംഘടിതമല്ലാത്തതുകൊണ്ട് അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതാണ് ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ CJPയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചിരുന്നു. അതേസമയം തന്നെ എനിക്ക് ചോദിക്കാനുള്ള, കേന്ദ്ര സർക്കാരിന്റെ ഈ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ജനങ്ങൾ അത്രമേൽ വെറുത്തോ? പല തവണയും പലരും അഭിപ്രായം പറയാനും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ അടക്കം ഭയന്ന് നിന്നിരുന്ന ഒരു സമയത്ത് CJP പോലുള്ള പാർട്ടിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് എന്താണ്? അത്രത്തോളം ജനങ്ങൾ ആ ഒരു ഭരണത്തെ മടുത്തു തുടങ്ങി എന്നുള്ളതാണോ? അല്ല, അത് ലോകരാഷ്ട്ര ചരിത്രത്തിലെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇപ്പൊ ഈ BJPയുടെ സാമ്പത്തിക നയം എന്ന് പറയുന്നത് നരസിംഹറാവു സർക്കാർ തുടങ്ങി, മൻമോഹൻ സിംഗ് സർക്കാർ തുടങ്ങി. അതേ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടാണ് BJP അതിനകത്ത് വലിയ ഇപ്പൊ നമുക്കറിയാം ആഗോളവൽക്കരണം 90-ൽ വരുന്നു, ഉദാരവൽക്കരണം വരുന്നു, അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ മാർക്കറ്റ് എക്കോണമി മൊത്തത്തിൽ പോകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ BJPയുടെ ഇപ്പൊ നമുക്കറിയാം രൂപയുടെ വിനിമയവുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തൊഴിലവസരത്തെ പറ്റി സംസാരിക്കുമ്പോൾ, ആ തൊഴിലവസരത്തെ പറ്റി വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ പണപ്പെരുപ്പം കൂടുന്നു അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, അല്ല എന്തിനാണ് അമേരിക്കയ്ക്ക് മുമ്പിൽ ഇത്തരം വിധേയത്വം കാണിക്കുന്നത്, റഷ്യയുമായിട്ട് ഇത്തരം വ്യാപാര കരാറുകൾ ഒപ്പിടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രോപ്പറായി ഉത്തരം പറയുന്ന ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് നടത്തുന്ന പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കാര്യഗൗരവമായി ചർച്ച നടത്തുന്ന ഒരു പാർലമെന്റ് നമുക്കില്ല. എന്തെങ്കിലും തരത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ഈ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഈ രാജ്യദ്രോഹ പട്ടം, അത് ഈ കുറച്ച് നാളുകളായിട്ടല്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നവരെ IPC പഴയ 150 എന്ന് പറയുന്ന വകുപ്പ് IPCയിൽ കൊണ്ടുവന്നു. അത് ഒരു സർക്കാരും മാറ്റിയിട്ടില്ല. കാരണം സർക്കാരിനെ അത്യധികം വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് സഹിഷ്ണുതയില്ല. അതൊരു സർക്കാരിനും ഉണ്ടായിട്ടില്ല. പക്ഷെ BJP സർക്കാരിലേക്ക് അത് വരുമ്പോൾ ഇന്ത്യ ഒട്ടാകെ വൺ ഇന്ത്യ, വൺ രാഷ്ട്രം, വൺ പെൻഷൻ, അല്ലെങ്കിൽ വൺ മാൻ, വൺ സിവിൽ കോഡ്, വൺ മതം എന്ന് പറയുന്ന സാധനത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനൊരു ഫാസിസ്റ്റ് മനോഭാവമാക്കി മാറ്റുകയാണ്. അത് ഞങ്ങൾ മാത്രം മതി, ഞങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ രാജ്യത്തിനെതിരാണ്. ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിമർശിക്കുമ്പോൾ ഇത്തരം രാജ്യദ്രോഹ പട്ടമില്ല. ഇപ്പൊ ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ സംഘടിതമായി ചേർന്ന് ഞാൻ രാജ്യത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാഗാണ്. ആ ടാഗ് ഏറ്റിടാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്.
അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർ വിമർശനാത്മകമായിട്ടുള്ള സംവാദങ്ങളിൽ ഇവർ വരാറില്ല. ഇവർ എപ്പോഴും അതിനകത്ത് ഇപ്പൊ ഈ സമരം തന്നെ നോക്കൂ. ഇവർക്കെതിരെ ആദ്യം സംസാരിച്ച എന്താണ്? ഈ CJP, ഇനി ഒരു കാര്യം പറയാം, CJPയിൽ മെമ്പർ ആയിട്ടുള്ളവരെല്ലാം പൊളിറ്റിക്സിൽ നോക്കുന്നവരാണോ? അല്ല വിദ്യാർത്ഥികൾ മുഴുവൻ നാളെ തെരുവിൽ അതിന് ചർച്ച ചെയ്യുന്നവരാണോ? ഒന്നുമല്ല. ഇപ്പൊ എനിക്കറിയാവുന്ന എത്രയോ കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചുമ്മാ ഒരു രസം, ഒരു മൂവ്മെന്റ്, അല്ലാതെ അവർ കുറച്ചു പേരേ ഉള്ളൂ. അത് സത്യമാണ്, അതൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷെ അവർക്കെതിരെ ആദ്യം പറഞ്ഞ എന്താണ്? ഇവർ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവരാണ്. ഇതിൽ 94% മനുഷ്യരും അല്ലെങ്കിൽ ഭൂരിഭാഗം മനുഷ്യരും പാകിസ്ഥാനികളാണ്, അമേരിക്കക്കാരാണ്. അപ്പൊ അവരതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടു. 94% ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ എന്താണ്? ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടൂടെ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത് 1907 ജർമ്മനിയിൽ വെച്ച ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് കോൺഫറൻസിൽ ഒരു വിദേശ വനിത ഉയർത്തിയ ദേശീയ പതാകയാണ്. പിന്നീട് അതിന് രൂപകൽപ്പന മാറി, കളർ ടോൺ ഒക്കെ മാറിയിട്ടാണ് അതേ ആ പാറ്റേൺ ആണ് പിന്നീട് നമ്മുടെ ദേശീയ പതാകയെ മാറിയിട്ടുള്ളത്. ദേശീയ സമരങ്ങൾക്ക് പുറത്തുനിന്ന് എന്തുമാത്രം പിന്തുണകൾ വന്നിട്ടുണ്ട്, പുറത്തുനിന്ന് എത്ര പേർ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് തന്നെ ഒരു വിദേശ വരുന്നതല്ലേ. അപ്പൊ വിദേശ രാജ്യങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ പ്രശ്നമാണ്, അത് ആഗോള പ്രശ്നമാണ്. അപ്പൊ ഇവരെ ആദ്യം തന്നെ രാജ്യദ്രോഹികളാക്കുന്നു, വിദേശ ഫണ്ട് വാങ്ങുന്നവരാക്കുന്നു എന്ന് പറയുന്നു. നോക്കൂ, ഇന്നലെ അവര് ഡൽഹിയിൽ വന്ന് നമ്മൾ വിചാരിച്ച എന്താണ്? ഇവർക്കെതിരെ കുറെ കേസുകൾ വരും, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നുണ്ട്, ഇന്റലിജൻസ്. ഇപ്പൊ എന്നെ തന്നെ പിന്നെ കൊച്ചിയിലൊക്കെയുള്ള ഇന്റലിജൻസുകാരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഡൽഹി പരിപാടിക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ചിലപ്പോൾ പോകത്തില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ വിരട്ടുകയാണ്. ഒരു ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഒരു 4 തവണ ഒരു ഇന്റലിജൻസിന്റെ കോൾ ചെയ്യുന്ന അവന്റെ അമ്മയും അച്ഛനും പറയും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇതൊരു ഭയപ്പെടുത്തലാണ്, ഭയപ്പെടുത്തി ഒതുക്കുക. അപ്പൊ ഈ ഭയപ്പെടുത്തി ഒതുക്കുന്നത് നടക്കത്തില്ലെന്ന് കണ്ടപ്പോഴാണ്, നോക്കൂ, ഡൽഹി പോലീസ് വിമാനത്താവളത്തിൽ പോയി അനുമതി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അനുമതി കൊടുത്തത്? രാജ്യദ്രോഹികളാണ് പിടിച്ചകത്തിട്ടാ പോരായിരുന്നു? ഇന്നലെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവരാണ് ഇവർ അടിച്ചോടിച്ചാൽ പോരായിരുന്നു? അപ്പൊ അല്ല, അവിടെ പ്രശ്നമുണ്ട്. ഈ വിദ്യാർത്ഥികളെ അടിക്കാൻ ശ്രമിച്ചാൽ, അവരെ ഒതുക്കാൻ ശ്രമിച്ചാൽ അവർ വലിയ രീതിയിൽ അവരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് മനസ്സിലായി അങ്ങോട്ട് പോയി കൊടുത്തു. അപ്പൊ ഇനി ആ നരേഷൻ ഇല്ല. ഇനി അടുത്ത നരേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആള് കുറഞ്ഞു, അവിടെ ആരും വന്നില്ല എന്നുള്ളതല്ല. അവർ ഉയർത്തുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്, ഞാനിതിനെ ഒരു പൊളിറ്റിക്കൽ നിരീക്ഷണ നിലയിൽ കാണുന്നത്, അല്ലെ ഇതിനെ കാണുന്നത്, ഇത്തരം വിഷയങ്ങൾ വരണം, ഇത്തരം മൂവ്മെന്റുകൾ വരണം, ഇത്തരം ചർച്ചകൾ വരണം. അപ്പൊ വിദ്യാർത്ഥികൾ കൂടുതൽ അരാഷ്ട്രീയത്തിൽ നിന്ന് അവർ രാഷ്ട്രീയത്തിലേക്ക്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മുടെ പല വിദ്യാർത്ഥികളും കുഞ്ഞുങ്ങളും ഒക്കെ രാഘവ് ചദ്ദ എന്ന് പറയുന്ന വ്യക്തിയെ അറിയാം. രാഘവ് ചദ്ദ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയത്തില്ല. എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ രാഘവ് ചദ്ദയുടെ പാർട്ടിയിലാണോ അരവിന്ദ് കെജ്രിവാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് അരവിന്ദ് കെജ്രിവാൾ സ്ഥാപിച്ച പാർട്ടിയിലാണ് രാഘവ് ചദ്ദ എന്ന് പിള്ളേർക്ക് അറിയത്തില്ല. അവർക്ക് രാഘവ് ചദ്ദ അറിയത്തുള്ളൂ, രാഘവ് ചദ്ദ ഉയർത്തിയ വിഷയം അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാണ് അവർ ആ വിഷയം പഠിക്കുന്നത്. അവർ ആ വ്യക്തിയിൽ നിന്നാണ് സ്വിഗ്ഗിക്കാരുടെ പ്രശ്നത്തെ പറ്റി വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത്. അവർ ആ വ്യക്തിയിൽ നിന്നാണ് എയർപോർട്ടിൽ വലിയ തോതിലുള്ള പിന്നെ ചായക്കും മറ്റു ഭക്ഷണങ്ങൾക്കും വലിയ വിലയാണ് കൊടുക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയത് രാഘവ് ചദ്ദയിൽ നിന്നാണ്. അപ്പൊ ഓരോ വിഷയത്തിലും അപ്പം CJPയിൽ നിന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ CBSE എന്ന് പറയുന്ന പ്രശ്നമാണ്, നീറ്റ് പരീക്ഷയിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം മൂവ്മെന്റുകൾ ടോട്ടലി നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അത് ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് നല്ലതാണെന്നാണ് എന്റെ പക്ഷം.